ഇതെൻ്റെ അമ്മയാണ്, രമ എന്ന പേര്. താളിക്കാവൽ, കണ്ണൂർ താളിക്കാവിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ വരുന്നത്. ഞാൻ ഒറ്റ മോളാണ് അമ്മേന്. അവർക്ക് പെട്ടെന്ന് തലവേദന എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്നതാണ്. BP അധികമെന്ന് പറഞ്ഞിട്ട് ഒരു ടാബ്ലറ്റെല്ലാം കൊടുത്ത് കുറച്ച് കൊണ്ടുവന്ന്. അങ്ങനെ തലവേദന മാറുന്നില്ല, വിട്ടുമാറാത്തതുകൊണ്ട് CT ചെയ്യണമെന്ന് പറഞ്ഞു. CT എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു ബബിൾ പൊട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ്, ബ്രെയിനിൽ ഫുൾ ബ്ലീഡിങ് എന്ന് പറഞ്ഞ്, അതിൽ ഒരു ബബിൾ കൂടി കാണുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പം വിജയ് മേനോൻ ഡോക്ടറെ അടുത്ത് അവരാണ് സംസാരിച്ചത് ആദ്യം. അതിനുശേഷം സർജറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നിതിൻ ഡോക്ടറാണ് സർജറി ചെയ്തത്. ഡോക്ടറെ ഫുൾ സപ്പോർട്ടുണ്ടായിരുന്നു. 10 മണിക്ക് സർജറി തുടങ്ങിയിട്ട് രാത്രി 7:30 ആകുമ്പോഴാണ് സർജറി കഴിഞ്ഞത്. അത്രയ്ക്ക് വലിയൊരു മേജർ സർജറി ആയിരുന്നു. ഓരോ ദിവസം കഴിഞ്ഞാൽ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. ചെറിയൊരു ബലക്കുറവുണ്ട് വലതുവശത്ത്, അത്രയേ ഉള്ളൂ. ഇവിടെ എത്തിയതുകൊണ്ട് അമ്മ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. നല്ലൊരു ഡോക്ടറാണ്, നല്ല സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നു. പേഷ്യൻറ്റിനെ ഒന്ന് കിട്ടുമെന്ന് തന്നെ ഒരു സംശയമായിരുന്നു. സർജറിക്ക് ശേഷവും ഭയങ്കര ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. സ്ട്രോക്ക് ആവാൻ ചാൻസ് ഉണ്ട്, കൊമയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ സർജറി കഴിഞ്ഞിട്ടും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർ ഭയങ്കര സപ്പോർട്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും എത്തിയത്. ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫും നല്ല സഹകരണമായിരുന്നു. നഴ്സിംഗ് സ്റ്റാഫായാലും ഡോക്ടേഴ്സായാലും നല്ല സപ്പോർട്ടീവായിരുന്നു. എൻ്റെ പേര് സലീം എന്നാണ്. എൻ്റെ സ്വദേശം കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ വന്ന് ഒരാഴ്ച ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഏകദേശം ഭേദമായി. ഞാൻ സലീമിൻ്റെ ബ്രദറാണ്. സലീമിനെ കൊണ്ട് 3-ാം തീയതി വെളുപ്പിനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഇവിടെ എത്തണേ. അപ്പോൾ ഞാനിപ്പോൾ അതിനു മുമ്പ് 1-2 വട്ടം ഇവിടെ വന്നിരുന്നു. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ കൊട്ടിയൂരിൽ നിന്ന് ഇതേപോലെ രാത്രിയിൽ ഛർദ്ദിച്ച് കുഴഞ്ഞ് വീണ് അവിടുന്ന് വണ്ടിയിലാക്കി പേരാവൂർ കൊണ്ടുവന്ന് എന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടുന്ന് അവിടുത്തെ ഡോക്ടർ ഫസ്റ്റ് എയ്ഡ് തന്നിട്ട് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആംബുലൻസ് കൂട്ടി ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന് പറഞ്ഞ കാഷ്വാലിറ്റി കയറ്റി അഡ്മിറ്റ് ചെയ്തു. ഒരു ഡോക്ടർ വന്നതിന് ശേഷം MRI ചെയ്യണമെന്ന് പറഞ്ഞു. MRI ചെയ്ത് നോക്കുമ്പോൾ തലയിലുള്ളിൽ ഫുള്ള് ബ്ലഡ് ക്ലോട്ടാണ്. അതുപോലെ തന്നെ ഒരു ഞരമ്പ് വീർത്ത് ബലൂൺ പോലെ നിൽക്കുന്നു. അപ്പോൾ അതും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആളെ തന്നെ തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരവസ്ഥയിലാണ് സാറ് പറഞ്ഞത്. നിതിൻ രാജ് സാറായിരുന്നു. എന്തായാലും സാറിൻ്റെ സാന്നിധ്യവും സാറിൻ്റെ ആത്മാർത്ഥതയും കൊണ്ട് സാറ് എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ വേണം, മേജർ ഓപ്പറേഷനാണ്. അപ്പോൾ ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ആളെ തിരിച്ചു കിട്ടണമെന്നുള്ള ഇതിൽ തന്നെ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞ് എന്തായാലും ഒരു കാര്യം ഉറപ്പ് പറയാൻ കഴിയില്ല, ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ വീർത്തിരിക്കുന്ന ഞരമ്പ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡാണ്. അപ്പോൾ ആയതുകൊണ്ട് എൻ്റെ കഴിവ് പരമാവധി ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം സാറ് ഓപ്പറേഷൻ ചെയ്തു. ഒരു 11:30 മണിക്ക് ഉച്ചയ്ക്ക് കയറ്റിയിട്ട് വൈകുന്നേരം 5:30 മണിയായി ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ. അപ്പോൾ സാർ അതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഒരു 3 ദിവസം വെന്റിലേറ്ററിലും ഒരു 7 ദിവസം ICUയിലും വേണ്ടി വരും പേഷ്യൻറ്റിന് ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി. പിന്നെ ഒരു കൈക്കോ ഒരു കാലിനോ ഒരു സംസാരശേഷിയോ എന്തെങ്കിലും അതിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും എന്ന് സാറ് പറഞ്ഞിരുന്നു. എന്തായാലും സാറിൻ്റെ ഇതുകൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു 24 മണിക്കൂർ മാത്രമേ വെന്റിലേറ്ററിൽ കിടക്കേണ്ട വന്നുള്ളൂ താനും. സാർ 7 ദിവസം പറഞ്ഞ ICU 5 ദിവസം കൊണ്ട് ICUയിൽ നിന്ന് മാറ്റാനും കഴിഞ്ഞു. 3 ദിവസം റൂമിലും കിടന്നു. അതെല്ലാം കഴിഞ്ഞ് സാറ് വന്ന് ചെക്കപ്പെല്ലാം ചെയ്ത് ഡിസ്ചാർജാക്കി. എന്തായാലും ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പോൾ നടത്തിയപ്പോഴായാലും ആദ്യം 1-2 ദിവസം ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ സാറ് ഒരാഴ്ച കഴിഞ്ഞ് ചെക്കപ്പിന് വരാൻ പറഞ്ഞു. ആ സമയത്ത് നോക്കുമ്പോൾ എന്തായാലും എന്തോ ഒരു അനുഗ്രഹം കൊണ്ട്, സാറിൻ്റെ കഴിവുകൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും കാലിനായാലും കൈക്കായാലും സംസാരത്തിനായാലും ഒരു ഇതും സംഭവിച്ചിട്ടില്ല. എന്ത് പറഞ്ഞാലും നമുക്ക് കഴിവാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം ഡോക്ടർ പറഞ്ഞ ഒരു പേഷ്യൻ്റ് ഇത്രയും പെട്ടെന്ന് ഓക്കെ ആയി നടന്ന് ഇന്നിപ്പോൾ സാറിനെ കാണാൻ വേണ്ടി നടന്നാണ് സാറിൻ്റെ അടുത്ത് വന്നത്. ഇത്രയും ഒരു 1.5 ആഴ്ച കൊണ്ട് ഇത്രയും ഇതാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. നമുക്കത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അത്രയ്ക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് സാറിൻ്റെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ രോഗത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ട്രീറ്റ് ചെയ്ത
ഡോക്ടറോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാവുന്നതാണ്. Good morning everyone. I am Dr. Nitin, consultant neurosurgeon. So I just wanted to briefly describe about what patient have described till now. A disease called aneurysmal rupture leading to subarachnoid hemorrhage in the brain. So this is one of the deadliest disorder patient can have in their lifetime. See, the incidence of aneurysmal rupture inside the brain varies around 10 to 20 per 1 lakh population in India. So the main reason for this aneurysm rupture in Indian population is mainly hypertension, smoking and some genetic inheritance or familial conditions. Mainly females are the most commonly affected sex among this disease. So, and as far as the disease progression is concerned, this is common people usually call it as a stroke, but as such this is most severe variety of stroke a individual can have in their lifetime. So the individual presents with acute onset sudden headache, which is like they have never anticipated this kind of headache in their lifetime, that is spontaneous and sudden. So usually patient will go for some local doctors getting treated for this headache and they will come back. But the thing is, when the patient have this kind of headache, which we call as a thunderclap headache, the main point is they have to consult a neurosurgeon or a neurologist to rule out an aneurysm rupture, if at all patient is a known hypertensive in that matter, or if he is a smoker, chronic smoker in that sense. So the patient usually presents with the headache or some neurological deficits or seizures in that matter. So when you get a scan, you will see a nice subarachnoid blood in the brain, and this itself is such a significant cause for morbidity and mortality. Usually the subarachnoid hemorrhage with aneurysm rupture, usually patient comes either with like severe neurological deficit, and the mortality goes from 20 to 30% in the subarachnoid hemorrhage due to aneurysm rupture, or else patient will have morbidity like permanent neurological deficit. So identification of the disease as such is a critical stage in this progression of a disease, and the treatment is as early as possible. That means it's a surgical emergency, what we neurosurgeon consider aneurysmal rupture. So a patient has to be treated at the earliest. The surgical procedure is by a clipping of an aneurysm which has ruptured. So the rupture rate goes from around 20 to 30%, and the re-ruptured rate within 24 hours of the initial rupture goes from around 40 to 50%, and the re-rupture is more severe as compared to the initial rupture. So re-rupture rate almost 80 to 90% mortality in the re-rupture. So it's very important, very vital, the patient should recognize their headache and come to a neurosurgeon or a neurologist for that matter and get diagnosed and treated at the earliest. So this procedure as a clipping for aneurysm rupture itself is a very complicated procedure which needs cerebrovascular training in the sense, or the hospital should be very well equipped with the management, with the treatment of this kind of disease. Having a state of art OT which is very well equipped for treating such kind of patients, and me, a neurosurgeon, is specially trained in cerebrovascular neurosurgery. So I am able to recognize these patients, I am able to treat these patients, and most of the patients which I have operated here are doing well without any without any morbidity as such. So I want the patients to recognize these kind of diseases like headache. Don't go to a local doctor or some other doctor treating that it is a normal headache. When around 40-50-year-old female or a male patient who is a known hypertensive who has an unanticipated severe kind of headache which they never experienced that kind of headache in their lifetime, please come to neurosurgeon and get it diagnosed and get it treated at the earliest, or else the mortality and the morbidity associated with this disease is very significant. Patient will either come bedridden or dead, or patient will have a permanent neurological deficit for their lifetime. So better get treated for this disease at the earliest and have a lifelong good survival rate. So I hope people will recognize such kind of diseases and come to our doctors and get treated on a regular basis with all well equipped state of art facilities for scanning as well as treating and surgical procedure and post-op management. So better patient come and get treated for this disease and have their nice survival in their life. Thank you.